ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇത് രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതങ്ങ് എഡിറ്റ് ചെയ്ത് സമയം നോക്കുമ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ അടുക്കളയിലേക്ക്. കാരണം ഞാൻ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മക്കളൊക്കെ കളിക്കാനും പോയിക്കായിരുന്നു കേട്ടോ. അവർ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറും കൂട്ടാനൊക്കെ ആവണ്ടേ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷേ മക്കളുണ്ടാവുമ്പോൾ നമുക്കതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേഗം വീതനൊക്കെ ഒന്ന് തോത്തി നന്നാക്കി ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു അതങ്ങ് നന്നാക്കി എടുത്തിട്ട് കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ട് അത് കുക്കറിലാക്കി കണ്ടത് ആ ഗ്യാസും അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ഈ ഗ്യാസും കുക്കറൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെട്ടോട്ട് ഓടേണ്ടി വരും. എന്തായാലും അപ്പോഴേക്ക് തന്നെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ ഒരു വലിയൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ഇവിടെ മക്കൾ അങ്ങനെ വല്ലാതെ ഉപ്പേരിയൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ. അങ്ങനെ എല്ലാ ഉപ്പേരിയൊന്നും കഴിക്കൂല. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കഴിക്കും. അല്ലാത്തൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, ഞാൻ ചെറിയതാകുമ്പോൾ തന്നെ ഇവരോട് ഇങ്ങനെ പറയും കേട്ടോ, ഈ ബീട്രൂട്ട് കഴിച്ചാൽ നല്ല ചൊറുക്ക് വെക്കും, അതേപോലെ ചുണ്ടൊക്കെ ചോക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ആ ഒരു ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അതങ്ങ് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. ചോപ്പറൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെ ഇതാ ഒരടുപ്പത്ത് ഇറച്ചിയും ഒരടുപ്പത്ത് ഉപ്പേരിയൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും ചോറും ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായെന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ മക്കൾ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു അതങ്ങ് എടുത്തു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചോറായിട്ട് തിന്നാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതാ വീതനൊക്കെ ഒന്ന് തോത്തി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു മോറാൻ, അതും കൂടെ അങ്ങ് മോറി എടുക്കണം. അപ്പോഴും ചോറ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇറച്ചിയും അതേപോലെ ഉപ്പേരിയൊക്കെ സെറ്റായി. അപ്പോൾ ഇനി ചോറും കൂടെ ആവാനുണ്ടായിരുന്നു. അങ്ങനത്തെ ആ പാത്രങ്ങളൊക്കെ മോറി എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തോത്തി നന്നാക്കി സെറ്റാക്കി. അപ്പോൾ എങ്ങനെ എന്തായാലും പകുതി പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറും കൂടെ അങ്ങ് ഊറ്റി വെച്ചാൽ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി അങ്ങ് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും അപ്പോഴേക്ക് വെന്തു അതങ്ങ് ഊറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ചോറും ആയി. അപ്പോൾ ചിക്കനും അവിടെ ആയപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും അങ്ങനത്തെ ഉച്ചക്കൊക്കെയുള്ള ഫുഡ് അങ്ങ് റെഡി ആക്കി കേട്ടോ. കുറച്ച് നേരം ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞാലും ഫുഡെല്ലാം ഞാൻ സെറ്റാക്കി. അങ്ങനെ കിച്ചണും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ.